നിങ്ങൾ ബ്രേക്കപ്പ് ഇട്ടിരിക്കുകയാണോ? അല്ലെങ്കിൽ ബ്രേക്കപ്പിൻ്റെ ഒരു വക്കിലാണോ നിങ്ങൾ? ബ്രേക്കപ്പ് ഇട്ടിരിക്കുന്ന അധികം ആൾക്കാരും പറഞ്ഞു വരുന്ന കാര്യമാണ്, എനിക്ക് അവനില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ എനിക്ക് അവളെ മറക്കാൻ പറ്റത്തില്ല, അവനെ മറക്കാൻ പറ്റത്തില്ല എന്നത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരു സമയത്ത് നമ്മളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ ആ വ്യക്തികൾ തന്നെയാണ് ഇന്ന് നമ്മളെ വേണ്ട എന്ന് പറഞ്ഞു പോയിരിക്കുന്നത്. സോ ഇപ്പം നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിൽ നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ വ്യക്തി വീണ്ടും ജീവനോടെ തിരിച്ചു വരണം എന്ന് വിചാരിച്ച് നമ്മൾ കാത്തിരിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരർത്ഥമില്ല. മറിച്ച് അയാൾ മരിച്ചു എന്ന സത്യം നമ്മൾ മനസ്സിലാക്കി നമ്മൾ മൂവ് ഓൺ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അത്രയേ ഉള്ളൂ. നമുക്ക് നമ്മളെ ഒഴിവാക്കി പോയവരുടെ കാര്യത്തിൽ ആ വ്യക്തി ഇനി നമ്മുടെ ലൈഫിലില്ല, അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ ലൈഫിലില്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം. മറിച്ച് അയാൾ വീണ്ടും നമ്മുടെ ലൈഫിലോട്ട് തിരിച്ചു വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുകയോ, അല്ലെങ്കിൽ അയാൾ ഇനി വരില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം അവസാനിപ്പിക്കുന്നതോ ചെയ്തിട്ട് ഒരു കാര്യമില്ല. മറിച്ച് നമ്മളെ സത്യം മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് ജീവിക്കുക ചെയ്യേണ്ടത്. സോ നമുക്ക് പറയുമ്പോൾ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എളുപ്പത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. പക്ഷേങ്കിൽ അത് ജീവിതത്തിൽ അനുഭവിക്കുന്നവർക്ക് മാത്രമേ ആ വിഷമം മനസ്സിലാക്കുകയുള്ളൂ എന്നത് സത്യമാണ്. പക്ഷേങ്കിൽ എന്തിരുന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. സോ ഇത് നമ്മുടെ ലൈഫാണ്, ഒറ്റ ലൈഫേ നമുക്കുള്ളൂ. സോ നമ്മുടെ ലൈഫ് എങ്ങനെയായി തീരണമെന്ന്, അത് നല്ല രീതിയിൽ വേണോ അല്ലെങ്കിൽ അത് മോശം രീതിയിൽ ഒന്നും ആവാണ്ട് സീറോ ആയിട്ട് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്.